ഉക്രൈൻ റഷ്യ യുദ്ധത്തിൽ യൂറോപ്പും അമേരിക്കയും ഡെമോക്രാറ്റിക് പാർട്ടി ബൈഡന്റെ പാർട്ടി അടക്കമുള്ളവർ വളരെ ശക്തമായ പിന്തുണ ആയുധവും പണവും കൊടുത്തെല്ലാം സഹായിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ ട്രംപ് വരുന്നു, കാര്യങ്ങൾ കീഴ്മേൽ മറിയുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു. കഴിഞ്ഞ ദിവസം സെലൻസ്കി പറയുന്നു, ഒരു നല്ല ഉക്രൈൻ്റെ നല്ല ഫ്യൂച്ചറിന് വേണ്ടിയാണെങ്കിൽ ഞാൻ ഒഴിഞ്ഞു മാറാൻ ഒരുക്കമാണ് എന്നടക്കം പറയുന്ന സാഹചര്യം ഉണ്ടാകുന്നു. എങ്ങനെയാണ് ഈ മാറ്റങ്ങളെ അങ്ങ് വീക്ഷിക്കുന്നത്? ഇപ്പം സൈനിക കരുത്തിന്റെ കാര്യം വെച്ച് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ റഷ്യയെ സംബന്ധിച്ചിടത്തോളം ഉക്രൈൻ ഒന്നുമില്ല. അവരെ കീഴടക്കാനാണെങ്കിൽ, പൂർണ്ണമായും സൈനികമായിട്ട് കീഴടക്കാനാണെങ്കിൽ അവർക്ക് ഇറ്റ്സ് ഓൺലി എ മാറ്റർ ഓഫ് ഫ്യൂ ഡേയ്സ്. അതിൻ്റെ ആവശ്യമേ അത്രയേ ഉള്ളൂ. പക്ഷെ എന്തുകൊണ്ട് റഷ്യ ഈ യുദ്ധം നീട്ടിക്കൊണ്ടുപോയി? എന്തുകൊണ്ട് ഈ യുദ്ധം 2-3 വർഷം നീണ്ടു? ഇവിടെയാണ് നാം ചില കാര്യങ്ങൾ, അതിനെ തുടർന്നുണ്ടായ അതുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായ ചില കാര്യങ്ങൾ മനസ്സിലാക്കുക. ഒന്നാമത്തെ കാര്യം, റഷ്യ എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ഒരു സൈനിക ശക്തിയാണ്, ഒരു സൈനിക സപ്ലയറുമാണ്. ഒരുപാട് ഇന്ത്യ അടക്കം ഒരുപാട് കസ്റ്റമേഴ്സ് അവർക്ക് അറൗണ്ട് ദ വേൾഡ് ഉണ്ട്. ഇന്ത്യയാണ് ഏറ്റവും വലിയൊരു കസ്റ്റമർ. ലോകത്തിലെ ഏറ്റവും വലിയ ഒരു മിലിറ്ററി കസ്റ്റമറാണ് ഇന്ത്യ, മിലിറ്ററി പർച്ചേസറാണ് ഇന്ത്യ. ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്നതും റഷ്യയിൽ നിന്ന് തന്നെയാണ്. അതേപോലെ തന്നെ സോവിയറ്റ് യൂണിയന്റെ തകർച്ചയ്ക്ക് ശേഷം സത്യത്തിൽ ഈ റഷ്യയുടെ ഈ ആയുധ കച്ചവടം എന്ന് പറയുന്നത് അവരെ വളരെ കാര്യമായിട്ട് ബാധിച്ചിട്ടുണ്ട്. ഒരുപാട് അവരുടെ മിലിറ്ററി സപ്ലൈ കുറഞ്ഞിട്ടുണ്ട്. കാര്യം, ആ രംഗത്തേക്ക്, മിലിറ്ററി സപ്ലൈ രംഗത്തേക്ക് ഒരുപാട് കോമ്പറ്റീറ്റേഴ്സ് പുതിയതായിട്ട് വന്നു. അതുമല്ല, അമേരിക്ക അവരുടെ നയങ്ങളിലൊക്കെ ഒരുപാട് മാറ്റം വരുത്തി. അന്ന് വരെ ആയുധങ്ങൾ കൊടുത്തിട്ടില്ലാത്ത പല രാജ്യങ്ങൾക്കും അവർ കൊടുക്കാൻ തുടങ്ങി. അങ്ങനെ തങ്ങളുടെ മാർക്കറ്റ് ഇടിയുന്നു എന്നവർ മനസ്സിലാക്കി. മിലിറ്ററി എപ്പോഴും ഈ ഡിഫൻസ് മാർക്കറ്റിൽ ഏറ്റവും ഡിമാൻഡ് ഉള്ളത് ഇത് പ്രൂവണായിട്ടുള്ള എക്യുപ്മെന്റ്സിനാണ്. പ്രത്യേകിച്ച് കോമ്പാറ്റ് പ്രൂവണായിട്ടുള്ള യുദ്ധരംഗത്ത് കഴിവ് തെളിയിച്ചിട്ടുള്ള ആയുധങ്ങൾക്കാണ് എപ്പോഴും ഏറ്റവും അധികം ഡിമാൻഡ് ഉണ്ടാവും. അമേരിക്ക അത് ഇറാഖിലും അഫ്ഗാനിസ്ഥാനിലും ഒക്കെയായിട്ട് പല പ്രാവശ്യം അവരുടെ ധാരാളം ആയുധങ്ങൾ, അവരുടെ വിമാനങ്ങളായാലും ശരി, ബോംബുകളായാലും ശരി, അങ്ങനെ എല്ലാം തെളിയിച്ച് അവരവരുടെ ആ മാർക്കറ്റ് സേഫാക്കി. എന്നാലേ റഷ്യക്ക് അതിനുള്ള അവസരം ഉണ്ടായിട്ടില്ല. അതിനുള്ള ഒരു അവസരം കൂടിയായിട്ടാണ് അവർ ഈ യുദ്ധത്തിനെ എടുത്തത്. ഈ 2-3 വർഷം കൊണ്ട് അവർ അവരുടെ പക്കലുള്ള കഴിഞ്ഞ കുറേ പതിറ്റാണ്ടുകളായിട്ട് നിർമ്മിച്ചു കൊണ്ടിരുന്ന ആയുധങ്ങളെല്ലാം പരീക്ഷിക്കാനും അതിൻ്റെ കഴിവ് തെളിയിക്കാനുമുള്ള ഒരു വേദിയായിട്ട് കൂടിയാണ് ഈ യുക്രൈൻ യുദ്ധത്തിനെ അവർ ഉപയോഗിച്ചത്. പിന്നെ മറ്റൊന്ന്, ഇവരുടെ കാരണം പറഞ്ഞാൽ അതിൻ്റെ അകത്തുണ്ട് ഒരു യാഥാർത്ഥ്യമുണ്ട്. എന്തായിരുന്നു റഷ്യയുടെ ഡിമാൻഡ്? ഉക്രൈൻ നാറ്റോ സഖ്യത്തിൻ്റെ ഭാഗമാകാൻ പാടില്ല എന്നുള്ളത്. നാറ്റോ സഖ്യത്തിൻ്റെ ഭാഗമായി കഴിഞ്ഞാൽ എന്താണ് അവരുടെ പ്രശ്നം? എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ഉക്രൈൻ്റെ സംരക്ഷണം മുഴുവൻ നാറ്റോ രാജ്യങ്ങളുടെ ഉത്തരവാദിത്വമായിട്ട് മാറും. പ്രത്യേകിച്ച് ഉക്രൈനും റഷ്യയും തമ്മിൽ ചില പ്രദേശങ്ങളുടെ പേരിൽ സൈനികമായി തന്നെ തർക്കങ്ങളുണ്ട്, പ്രശ്നങ്ങളുണ്ട്. അങ്ങനെ നിലനിൽക്കുമ്പോൾ ശരിക്കും അത് പിന്നീട് യൂറോപ്പുമായിട്ടും അമേരിക്കയായിട്ടും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അതേസമയം അവർ നാറ്റോ സഖ്യത്തിൻ്റെ ഭാഗമല്ലെങ്കിൽ അവർക്ക് ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് തന്നെ ഉക്രൈൻ നാറ്റോയുടെ ഭാഗമാകാൻ പാടില്ല എന്ന ഒരു ഡിമാൻഡ് റഷ്യക്ക് ഉണ്ടായിരുന്നു. പക്ഷെ അവരത് അംഗീകരിച്ചില്ല. അവർ നാറ്റോ സഖ്യത്തിൽ ചേരാനുള്ള അപേക്ഷ കൊടുത്തു. പക്ഷെ അത് കംപ്ലീറ്റ് ആയിട്ടില്ല. അതിൻ്റെ പ്രോസസ്സിങ്, നാറ്റോയിലൊക്കെ ചേരുക എന്ന് പറയുന്നത് വലിയ പ്രോസസ്സിംഗ് ആണത്. അതിൻ്റെ പ്രോസസ്സിംഗ് ഒക്കെ നടക്കുന്നതേ ഉള്ളൂ. അതിന് സാധ്യതയും കുറവാണ്. പിന്നെ റഷ്യ ഉക്രൈൻ്റെ കയ്യിൽ എൻ്റെ പ്രദേശത്തിരിക്കുന്ന ഒരു തർക്ക പ്രദേശം, അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി. ഇങ്ങനെ ഇത് മറ്റൊന്ന്. ഇനി വേറൊരു കാരണം, ഇനി നമ്മൾ വേറൊരു സംഭവം നിങ്ങൾ നോക്കും. ഈ റഷ്യ ഈ യുദ്ധം തുടങ്ങിയതിന് ശേഷം എന്ത് പെട്ടെന്നാണ് ഇന്ത്യ റഷ്യയുമായി ഈ ഓയിൽ പർച്ചേസ് ആരംഭിച്ചത്, ഓയിൽ ഡീൽ ആരംഭിച്ചത്. ഇന്ന് ഇന്ത്യ ഏറ്റവും അധികം ഓയിൽ വാങ്ങുന്നത്, പെട്രോളിയം വാങ്ങുന്നത് റഷ്യയിൽ നിന്നാണ്. അത് ഇവിടെ നിന്ന് സൗദി അറേബ്യയിൽ നിന്നും മറ്റുമൊക്കെ വാങ്ങിയിരുന്ന ഓയിൽ കുറച്ചുകൊണ്ട് റഷ്യ ഓയിൽ വാങ്ങുന്നത്. അതുമാത്രവുമല്ല, ആ ഓയിൽ വാങ്ങുന്നത് ഡോളർ ബേസിലോ റൂബിൾ ബേസിലോ, രൂപ റൂബിൾ
ആ ബേസിലാണ്. അത് ഇന്ത്യക്ക് വളരെ വലിയ നേട്ടമാണ് ഇന്ത്യക്ക് ഉണ്ടാക്കുന്നത്, വളരെ വലിയ നേട്ടമാണ്. വിദേശ നാണ്യ ശേഖരത്തിലൊക്കെ വലിയ ഗുണം അതുകൊണ്ടുണ്ട്. അതായത് അവരുടെ ഓയിൽ വാങ്ങാനായിട്ടുള്ള വലിയ ഒരു കസ്റ്റമറേയും കൂടെ റഷ്യ ഇതിൻ്റെ അകത്തൂടെ ക്രിയേറ്റ് ചെയ്തെടുത്തു. ഇന്ത്യ ഓയിൽ വാങ്ങുമ്പോൾ സ്വാഭാവികമായിട്ട് അതിന് പുതിയ കസ്റ്റമേഴ്സ് വേറെ ഉണ്ടാവും. ഇന്ത്യ ഒരു വലിയ റെഫറൻസാണ്. അതേപോലെ ആയുധങ്ങളുടെ കാര്യത്തിലും ഇന്ത്യ എന്ന് പറയുന്നത് വളരെ വലിയ ഒരു റെഫറൻസാണ്. അങ്ങനെ ഈ മൂന്ന് മുഖങ്ങൾ, മൂന്ന് മാനങ്ങൾ ഈ റഷ്യ ഉക്രൈൻ യുദ്ധത്തിലുണ്ട്. ആ ലക്ഷ്യങ്ങളെല്ലാം ഏകദേശം റഷ്യ സാധിച്ചു കഴിഞ്ഞു. റഷ്യ അവിടെ ആ യുദ്ധം എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം, റഷ്യയെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു ഇൻവെസ്റ്റ്മെൻ്റാണ്. ആ ഇൻവെസ്റ്റ്മെൻറ്റിൽ അവർ വിജയിച്ചു. ആ ഇൻവെസ്റ്റ്മെൻറ്റ് അവർക്ക് ഗുണമായി മാറി. സ്വാഭാവികമായിട്ടും കിട്ടിയ അവസരം നമ്മളും മുതലാക്കി, ഇന്ത്യയും മുതലാക്കി നല്ല ഗംഭീരമായിട്ട്. ഇപ്പം ക്രൂഡ് പെട്രോളിയം അല്ല, അതായത് റിഫൈൻഡ് പെട്രോൾ കയറ്റുമതി ചെയ്യുന്ന ഏറ്റവും വലിയ രാജ്യങ്ങളിൽ ഒന്നായി ഇന്ത്യ മാറിയതിൻ്റെ ഒരു പ്രധാന കാരണം ഈ റഷ്യയുമായിട്ടുള്ള പെട്രോളിയം ഡീലാണ്. സത്യത്തിൽ ഇത് ആണ് ഇനി എത്രയും പെട്ടെന്ന് ഈ യുദ്ധം അവസാനിപ്പിച്ചില്ലെങ്കിൽ ഇത് ഏറ്റവും വലിയ ദോഷം ചെയ്യുന്നത് അമേരിക്കയ്ക്കും യൂറോപ്യൻ രാജ്യങ്ങൾക്കും തന്നെ. കാര്യം എന്ന് പറഞ്ഞാൽ ഈ പെട്രോ ഡോളർ ആണ് അമേരിക്കയുടെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത്. കാര്യം പണ്ട് ഈ സൗദി അറേബ്യയിലും മിഡിൽ ഈസ്റ്റിലുമൊക്കെ പെട്രോളിയം കണ്ടെത്തുമ്പോൾ അവർക്ക് ടെക്നോളജി ഒന്നുമില്ലല്ലോ. ആ പെട്രോളിയം കുഴിച്ചെടുത്ത് ലോകത്തിന് വിൽക്കണമെന്നുണ്ടെങ്കിൽ അമേരിക്കയുടെയും യൂറോപ്പിൻ്റെയും ഒക്കെ ടെക്നോളജി ആവശ്യമാണ്. അതിനവർ വെച്ച ഡിമാൻഡ് ഈ ഡോളറിൽ വേണം ഇടപാട് നടത്താൻ എന്നുള്ളതാണ്. അങ്ങനെയാണ് ഈ ഡോളർ എന്ന് പറയുന്ന ആ കറൻസി വളരെ അപ്രമാദിത്വത്തോടെ ഈ ലോകം ഭരിക്കാൻ തുടങ്ങി. ആ പെട്രോ ഡോളർ എക്കണോമിക്ക് ഏറ്റ ഒരു വലിയ പ്രഹരമാണ് ഈ ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ഈ റൂബിൾ രൂപ നിരക്കിലുള്ള ആ ഒരു ഇടപാട് എന്ന് പറയുന്നത്. ഇതിങ്ങനെ തുടർന്ന് പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അത് ഡോളറിൻ്റെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയായി മാറും. ഡോളർ എന്ന് പറയുന്നത് കേവലം അമേരിക്കയുടെ മാത്രം ഒരു കറൻസിയാണ്. ഡോളർ എന്ന് പറയുന്ന ഒരു ആഗോള കറൻസിയാണ്. ഇനി എന്ത് അമേരിക്ക ഇഷ്ടം ഉണ്ടായാലും ഇഷ്ടമില്ലെങ്കിലും ചില യാഥാർത്ഥ്യങ്ങളാണ്, ഒരു യാഥാർത്ഥ്യമാണ് ഡോളർ എന്ന് പറയുന്നത്. ഡോളറാണ് ഇന്ന് ലോക എക്കണോമിയെ നിയന്ത്രിക്കുന്നത് എന്ന് തന്നെ പറയാം. ഡോളറിൻ്റെ മൂല്യമൊക്കെ നമ്മുടെ കേരളത്തിൽ പോലും വലിയ 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 താത്വിക അവലോകനങ്ങൾക്ക് വിധേയമാകുന്ന കാര്യമാണത്. ഡോളറിൻ്റെ മൂല്യം കൂടുന്നു, കുറയുന്നു, രൂപയുടെ അങ്ങനെയൊക്കെ പറയുന്നത്. അതായത് എല്ലായിടവും തന്നെയാണ് അവസ്ഥ. ഈ ഒരു അവസ്ഥയ്ക്ക് ഈ ഡോളറിൻ്റെ ഈ ഭാവിക്ക് വലിയ ദോഷം ചെയ്യും എന്നുള്ളത് കൊണ്ട് ഈ യുദ്ധം എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കേണ്ടത് അമേരിക്കയുടെ ആവശ്യമാണ്, യൂറോപ്പിൻ്റെ ആവശ്യമാണ്. അതുമാത്രവുമല്ല, യൂറോപ്പിലേക്ക് ആവശ്യമായ ഗ്യാസ്, നാച്ചുറൽ ഗ്യാസ് മുഴുവൻ സപ്ലൈ ചെയ്യുന്നത് ഈ റഷ്യയിൽ നിന്നാണ്. ആലോചിക്കണം, ഈ യൂറോപ്പിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാച്ചുറൽ റിസോഴ്സസ് എന്ന് പറയുന്ന സാധനം ഇല്ല. എല്ലാം വല്ലയിടത്തൊന്നും കൊണ്ടുവന്നേ പറ്റുള്ളൂ അവിടെ. എന്നാൽ റഷ്യ എന്ന് പറയുന്നത് നാച്ചുറൽ റിസോഴ്സസിൻ്റെ ഒരു അക്ഷയ ഖനിയാണ്. വളരെ വലിയ ഭൂവിഭാഗമാണ്, വളരെ വലിയ ഭൂവിഭാഗം. അതുകൊണ്ട് തന്നെ ഈ റഷ്യയെ തകർത്തോണ്ട്, റഷ്യയുടെ ആ ഒരു സഹായമില്ലാതെ, റഷ്യയുടെ ആ ഒരു യോടുള്ള ഡിപ്പെൻഡൻസ് ഇല്ലാതെ ഈ ലോകത്തിന് നിലനിൽക്കാനാവില്ല. കാര്യം അത്ര വലുതാണ് അവിടുത്തെ ആ നാച്ചുറൽ റിസോഴ്സസിൻ്റെ പ്രസൻസ് എന്ന് പറയുന്നത്. അതാണ് അവരുടെ ഏറ്റവും വലിയ കരുത്തും. അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഈ ജിയോ പൊളിറ്റിക്സിൽ, ലോക രാഷ്ട്രീയ ഭൂപടത്തിൽ റഷ്യക്കുണ്ടായിരുന്ന അപ്രമാദിത്വം വീണ്ടെടുക്കാൻ വേണ്ടി വളരെ വെൽ കാൽക്കുലേറ്റഡ് ആയിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ ഇൻ്റലിജൻസ് തന്നെയാണ് പുടിനിവിടെ കാണിച്ചത്. അവർ ഏകദേശം ആ ലക്ഷ്യത്തിൽ വിജയിച്ചു കഴിഞ്ഞു എന്ന് തന്നെ വേണം നമുക്ക് മനസ്സിലാക്കാൻ. മറ്റൊരു കാര്യം, അങ്ങ് നേരത്തെ സൂചിപ്പിച്ചു, റഷ്യയുടെ നാച്ചുറൽ റിസോഴ്സ് ഏകദേശം $75 ട്രില്യൺ നാച്ചുറൽ റിസോഴ്സ് റഷ്യയിലുണ്ട് എന്ന് പറയപ്പെടുന്നുണ്ട്. ഏകദേശം അതിൻ്റെ തൊട്ട് പുറകിലെ എനിക്ക് തോന്നുന്നു വരുന്നത് ഉക്രൈൻ തന്നെയാണ്. അതുകൊണ്ടായിരിക്കണമല്ലോ ഡൊണാൾഡ് ട്രംപ് ഉക്രൈൻ്റെ നാച്ചുറൽ റിസോഴ്സ് ഞങ്ങൾക്ക് എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ അനുവദിക്കണം, നിങ്ങൾക്ക് വേണ്ടി മുടക്കിയ പണം നിങ്ങൾ തിരികെ തരേണ്ട ആവശ്യമുണ്ടെന്നൊക്കെ പറഞ്ഞ് ഉക്രൈനെ ഭീഷണിപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. എങ്ങനെയായിരിക്കും ഇതിൻ്റെ ഒരു അന്ത്യം എന്ന് പറയുന്നത്? എന്ന് വെച്ചാൽ ഒരു റഷ്യ ഉക്രൈൻ സമാധാനത്തിലേക്ക് പോവുകയും ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് പറയുന്നത് പോലെ, ഡൊണാൾഡ് ട്രംപിൻ്റെ അഡ്മിനിസ്ട്രേഷൻ പറയുന്നത് പോലെ, ഇപ്പോൾ ഉക്രൈൻ്റെ കയ്യിലിരിക്കുന്ന പ്രദേശം, ഇപ്പോൾ റഷ്യ കൈവശപ്പെടുത്തിയിരിക്കുന്ന പ്രദേശങ്ങൾ റഷ്യയുടെ കൈവശം തന്നെ ഇരുന്ന് അങ്ങനെ ഒരു സമാധാന കരാറിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ടോ? അതോ യൂറോപ്യൻ രാജ്യങ്ങൾ ഉടക്കി നിന്ന് ഇത് നീണ്ടുപോകാനുള്ള സാധ്യതയാണോ കാണുന്നത്?
യൂറോപ്യൻ രാജ്യങ്ങൾ ഉടക്കി നിന്ന് കഴിഞ്ഞാൽ നഷ്ടം അവർക്ക് തന്നെയാണെന്നേ. അവർ വേറെ എവിടുന്ന് സോഴ്സ് ചെയ്യും? വലിയ പ്രശ്നമാണത്. ഇത് റഷ്യക്ക് മാത്രമല്ല, മറ്റേത് ഇതിൻ്റെ അകത്ത് വിൻ ചെയ്ത് നിൽക്കുന്നത് റഷ്യൻ സൈഡ് തന്നെയാണ്. അതുകൊണ്ട് ഇതിൻ്റെ അകത്ത് ആരാണോ ഉടക്കി നിൽക്കുന്നത്, അമേരിക്കയിലും ശരി യൂറോപ്പായാലും ശരി, ആരാണോ ഉടക്കി നിൽക്കുന്നത് അവർക്കേ അതിൻ്റെ അകത്ത് ദോഷം വരുള്ളൂ. ഒരു സംശയം വേണ്ട. ഉക്രൈൻ ശരിയാണ്, നാച്ചുറൽ റിസോഴ്സസ് ഉള്ള രാജ്യമാണ്. പക്ഷെ എന്നാലും റഷ്യയായിട്ടൊന്നും കമ്പയർ ചെയ്യാൻ പോലും പറ്റില്ല. ആനയാടും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. അവിടെ ഉള്ള റിസോഴ്സസ്, അല്ലെങ്കിൽ അവിടെ നാച്ചുറൽ റിസോഴ്സസ് മാത്രമല്ല, അവിടെ ടെക്നോളജി ഒക്കെ ഉള്ളതെന്ന് പറഞ്ഞാൽ പഴയ സോവിയറ്റ് കാലത്തിന്റെ ബാക്കിയാണ്. ആ സോവിയറ്റ് യൂണിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ 90% എന്തായിരുന്നു? റഷ്യയായിരുന്നു. അതിന്റെ ബാക്കിയാണത്. ഇവിടെ വിൻ ചെയ്തിരിക്കുന്നത്, നിൽക്കുന്നത് പുടിൻ തന്നെയാണ്, റഷ്യ തന്നെയാണ്. അവർ അവരുടെ ആഗോള വ്യാപാര ലക്ഷ്യങ്ങളാണ് അതിൻ്റെ അകത്തുണ്ടായിരുന്നത്. അതിൻ്റെ അകത്ത് അവർ സാധിച്ചു കഴിഞ്ഞു. ഇനിയും ഈ യുദ്ധം എത്രയും പെട്ടെന്ന് ഇനിയിപ്പോൾ ഇങ്ങനെ പോകണമെങ്കിൽ മിക്കവാറും അത് റഷ്യ തന്നെ അങ്ങ് നിർത്തും. കാരണം അവർ അതിൻ്റെ ആവശ്യം കഴിഞ്ഞു. അവർക്ക് ഉക്രൈൻ പിടിച്ചെടുത്ത് റഷ്യയുടെ ഭാഗമാക്കുക എന്നുള്ളതൊന്നും പുടിൻ്റെയോ റഷ്യയുടെ ലക്ഷ്യമേ ആയിരുന്നില്ല. ആണെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, അത് മാറ്റർ ഓഫ് ഫ്യൂ ഡേയ്സ് അത്രേ ഉണ്ടായിരുന്നുള്ളൂ. അതേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ അവർ കുറേശ്ശെ അവരുടെ ആയുധങ്ങൾ, അവരുടെ ലേസർ ഗൈഡഡ് ബോംബുകൾ, അവരുടെ മിസൈലുകൾ, അവരുടെ വിമാനങ്ങൾ എല്ലാം അവരവിടെ പരീക്ഷിച്ചു. എല്ലാം. അങ്ങനെ അവർ ഈ ഡിഫൻസ് മാർക്കറ്റിൽ റഷ്യ അവരുടെ ആ ഒരു മേധാവിത്വം, പഴയ മേധാവിത്വം വീണ്ടെടുത്തു എന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാം.